എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നെളിഞ്ഞു നടക്കണ്ട. പടച്ചവനെ ഉസ്താദേ, എനിക്കും ആരോഗ്യമുണ്ടല്ലോ, എനിക്ക് രോഗമില്ലല്ലോ, എനിക്ക് വീടുണ്ടല്ലോ, എനിക്ക് മക്കളുണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എനിക്കൊന്നിനും കുറവില്ലല്ലോ. മനുഷ്യ ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതമ തകർത്ത് തരിപ്പണമാക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ പടച്ചവനെ കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. തിരുവനന്തപുരം RCCയിൽ നിന്ന് വരികയാണ്. കയ്യിലൊക്കെ വല്ലാതെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, മുഖത്ത് വല്ലാത്ത നീരുണ്ട്, കാലിൽ വല്ലാത്ത നീരുണ്ട്. പടച്ചവനെ ആ മനുഷ്യനെ ഇങ്ങനെ പുതപ്പിച്ച് കടത്തിയിരിക്കുകയാ. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ടിട്ട് സങ്കടം തോന്നി പടച്ചവര്. അപ്പോഴാണ് പടച്ചവനെ അവിടെ നിന്ന് പറയുന്നത്, ഉസ്താദ് കീമ കഴിഞ്ഞിട്ട് വരികയാണ് RCCയിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ കിടന്നു പിടയുകയാ. പടച്ചവരെ, അവിടെ നിന്ന് പൊന്നുമകം പറഞ്ഞു, ഉസ്താദേ ചിരിച്ചു കളിച്ച് നടന്ന മനുഷ്യനാണ്. അടാ ഒരു ദിവസം പെട്ടെന്ന് ഛർദിക്കാൻ തുടങ്ങി. പടഞ്ഞു, പെങ്ങളാരും എനിക്ക് ഭക്ഷണം മേടിച്ച് തരാത്തത് കൊണ്ടാണ് ഞാൻ ഛർദിക്കുന്നത്. ഇതുപോലെ പറഞ്ഞു അവസാനം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടെ അറിയാൻ പറ്റിയത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ സർവ്വതമ തകർത്ത് തരിപ്പണമാക്കി നിന്റെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാറ്. പടച്ചറപ്പിന് ഒരുപാട് സമയം വേണ്ടല്ലോ. അതാ മാസങ്ങൾക്ക് മുമ്പല്ലേ ഒരു കുഞ്ഞിന്റെ ഒരു ഇഞ്ചക്ഷന് വേണ്ടി കോടികളല്ലേ പടച്ചവര്, 16 or 18 കോടി രൂപയാണ് ഒരു കുഞ്ഞിനൊരു ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ പിരിവെടുത്തു കൊടുത്തത്. ഇതൊക്കെ കണ്ടിട്ട് പഠിക്കുന്നില്ലല്ലോ. അതാ വല്ലപ്പുഴയിൽ നീ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തുക്കളും നിന്റെ കൊട്ടാരവും, എടാ നിന്റത് മാത്രമല്ലടാ, ഈ നാട്ടിലെ എത്ര പേരുടെ വീട് വിറ്റാലാണ് 18 കോടി രൂപ കിട്ടുക. ഇതുപോലെ ഒരു രോഗമെങ്ങാടും അല്ലാഹു നിനക്കോ നിന്റെ ഭാര്യക്കോ നിന്റെ മക്കൾക്കോ നിന്റെ കൂടപ്പുറപ്പിനോ തന്നാ സർവ്വതം തകർന്ന് തരിപ്പണമാക്കിയിട്ട് പള്ളിയുടെ മുന്നിൽ പോയിരുന്നു യാചിക്കണ്ടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ മറന്ന് നടക്കല്ലേ, അല്ലാഹുവിനെ മറന്ന് നിങ്ങൾ നടക്കല്ലേ. പടച്ചവനോട് നന്ദി രേഖപ്പെടുത്തു. അഹങ്കാരികളും ധിക്കാരികളുമാരരുത്, അഹങ്കാരികളും ധിക്കാരികളുമാരരുത്. പടച്ചവനെ ഇന്ന് വാതിൽ വന്നിട്ട് ഒരുപാട് ഉപ്പമാരെ കണ്ടു, ചെറുപ്പക്കാരെ കണ്ടു, ചെറിയ കുട്ടികളെ വരെ കണ്ടു. ഒരാളും ഉസ്താദിന് സുഖമാണോ എന്ന് ചോദിച്ചില്ല, ഉസ്താദിന്റെ ഭാര്യ മക്കള് സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചില്ല. കണ്ടവര് മുഴുവനും പറഞ്ഞത്, ഉസ്താദേ കടമാണ്, രോഗമാണ്, ദുഃഖമാണ്, വേദനയാണ്, മക്കളെ നന്നാകണം. എല്ലാവരും ദുആ കൊണ്ടാ വസിയ്യത്ത് ചെയ്തത്. ഒരാൾ പോലെ സുഖമാണെന്ന് എന്നോട് ചോദിച്ചില്ല. ഞാൻ പരാതി പറഞ്ഞതല്ല, ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞതല്ല. പടച്ചവനെ, ഇതുപോലെ നൂറുകണക്കിന് പ്രയാസവുമായി നടക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പരിഹാരം വേണോ, പരിഹാരം വേണോ. രണ്ട് വഴികളേ ഉള്ളൂ, രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് 40 പേരോട് കടമാണ്, കടമാണ്, രോഗമാണ്, പ്രയാസമാണ്, വീടില്ല, മക്കളില്ല എന്ന് കാണുന്നവരോട് മുഴുവനും പറയുന്നതിന് പകരം ഒരൊറ്റ പ്രാവശ്യം സുജൂദിൽ കിടന്നിട്ട് പടച്ച റബ്ബിനോട് പറ, അല്ലാഹ് പടച്ചവനെ, രോഗം തരുന്നവൻ നീയാണല്ലാ, നിനക്ക് മരുന്ന് വേണ്ടല്ലോ അല്ലാ, ശിഫയാക്കണേ അല്ലാ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, കടക്കാരനായി മരിക്കാ പേടിയല്ലോ, എന്റെ കടം വീട്ടാൻ ഒരു വഴി തുറന്നതാ അല്ലാ. വർഷങ്ങളായി റബ്ബേ മക്കളില്ലാതെ വല്ലാതെ പ്രയാസത്തിലാണല്ലോ, ശിവതരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇന്നും എന്റെ ഒരു കുടുംബത്തില് എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ്, പൊട്ടിക്കരയുകയാണ്. വണ്ടിയിൽ വരുമ്പോൾ ഉസ്താദേ ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാ, റിസൾട്ട് വരാ സമയമായി. ആ സഹോദരിയുടെ സംസാരം പുറത്ത് കേൾക്കുന്നില്ല.
വല്ലാതെ കരയുകയാ. കാലിന് നീരുണ്ട് ഉസ്താദ്, കാലിന് നീരുണ്ട് ഉസ്താദ്. എന്റെ ശരീരം മുഴുവനും നീരാണ്, എന്റെ ക്രിയാറ്റിൻ ഇങ്ങനെ മാറിയിരിക്കുന്നു. കരളിന്റെ ടെസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്. ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ കരയണ്ട. കാരണം സ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരുപാട് സദഖ കൊടുക്കുന്നവരാ. ഒരിക്കലും പടച്ച റബ്ബ് നിങ്ങളെ കൈവിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങൾക്കും യതീമീങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി ചോദിക്കുമ്പോ പലർക്കും കൊടുക്കാൻ വല്ലാത്ത മടിയാ. സദഖ ചോദിക്കല്ലേ ഉസ്താദ്, പൈസ ചോദിക്കല്ലേ ഉസ്താദ്. ഞങ്ങൾ വരാ, പിരിവുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല. എടുക്കുമ്പോ ഓടുപാട്, പിരിക്കാൻ സമയമാകുമ്പോ ഓടുപാട്. എവിടെ ഓടാനാണ് മനുഷ്യ? നാളെ നിനക്ക് വേണ്ടിയും ഇതുപോലെ പിരിവെടുക്കണ്ട വന്നാ നീ എവിടെ ഓടാരാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, സഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സഹാബാ. അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കുന്നവരല്ല, അവർ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിക്കുന്നവരല്ല, അവർ മരുന്ന് കടിച്ചിട്ട് ചികിത്സിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, സദഖ കൊണ്ട് ചികിത്സിക്കുന്ന ചില അടിമകൾ അല്ലാഹുവിനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞ് എന്ത് കിട്ടിയാലും അത് പാവപ്പെട്ടവർക്കുള്ളതാ, അത് രോഗികൾക്കുള്ളതാ, അത് ക്യാൻസർ പിടിച്ച് കിടക്കുന്നവര്, കിഡ്നി തകർന്ന് കിടക്കുന്നവര്, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവര്, ഒരു നേരത്തെ അന്നമില്ലാത്ത പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, നിന്റെ കിഡ്നിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിനക്കറിയില്ല. പടച്ചറപ്പേ, അവസാന ഘട്ടങ്ങളിലാണ് അതറിയുന്നത്. ക്യാൻസറിന്റെ അവസ്ഥയും അതുപോലെയാണ്. പല രോഗങ്ങളും അവസാന ഘട്ടമാകുമ്പോഴാ അറിയുന്നത്. അതുകൊണ്ട് ആ രോഗത്തെ തട്ടി മാറ്റണോ? അതാ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, സ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കൈകെട്ടിയിരിക്കേണ്ടവർക്ക് ഇരിക്കാം, ഉറക്കം നടിക്കേണ്ടവർക്ക് നടിക്കാം, എഴുന്നേറ്റ് പോടേണ്ടവർക്കോടാ. പടച്ചവരെ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. മോനെ, നീ നാളെ നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ സമ്പാദ്യവും സർവ്വതും വെച്ച് ചികിത്സിക്കുന്ന ഒരു രോഗമെങ്ങാട് അല്ലാഹു നിനക്ക് തരാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കരിച്ചു കളയാൻ ഈ സദഖയ്ക്ക് കഴിയുമല്ലോ. അപ്പൊ വരുന്നതിന് മുമ്പേ ചികിത്സിക്കുന്നത് നല്ലതല്ലേ എന്ന് വഴുത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന നീ, പടച്ചവരെ, എന്തെങ്കിലും നിനക്ക് സംഭവിച്ചിട്ട് നിന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ വരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടി മാറ്റാൻ ഒരു സദഖയെ കൊണ്ട് കഴിയുമല്ലോ. പെങ്ങളെ, ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോ ഒന്ന് കാല് തെറ്റി താഴെ വീണാ മതി പെങ്ങളെ, സർവ്വതും തീർന്നു പൊന്നുമോള്. അങ്ങനൊരവസ്ഥയിൽ നിന്ന് പടച്ചറപ്പ് നിന്നെ രക്ഷപ്പെടുത്താൻ സദഖയ്ക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് സംഘാടകർ കടന്നു വരികയാ. ഉറക്കം നടിക്കല്ലേ, അഭിനയിക്കല്ലേ വാപ്പാ, അഭിനയിക്കല്ലേ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമല്ലേ. റഹ്മത്തിന്റെ മാലാകമാരി മജ്ലിസ് വളഞ്ഞു നിൽക്കുകയാണ്. ഓരോ മനുഷ്യന്റെ തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹു കൊടുത്ത ആയുസ് മുഴുവനും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ നിൽക്കുകയാ. ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, രോഗികൾക്ക് വേണ്ടിയാണ്, യതീമീങ്ങൾക്ക് വേണ്ടിയാണ്. ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ പോക്കറ്റിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്നൊരൽപ്പമങ്ങാടം നീ എടുത്തതിനകത്തേക്ക് ഇട്ടുകൊടുത്താൽ അല്ലാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്
കൊടുത്തതിൽ നിന്ന് അല്പം കൊടുത്തവനാ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹു തന്നത് പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ട് നീ അതാ മിണ്ടാതെ ഇരുന്നാൽ, നീ കൊടുക്കാതെ ഇരുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ എപ്പോഴും ദുആ ചെയ്യും, അല്ലാ ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. കച്ചവടത്തിന്റെ ലാഭം കുറയും വാപ്പാ, ഗൾഫിൽ നിന്ന് വരുന്ന വരവ് കുറയും വാപ്പാ, പിന്നെ നിന്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹുവേ അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവനെ നീ കൈവിടല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ, അവരുടെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും കൊടുക്കല്ലേ അല്ലാ. ഏതെങ്കിലും മാരകമായ ക്യാൻസർ പോലെ ട്യൂമർ പോലും ഏതെങ്കിലും പുറത്തു പറയാൻ പഠിക്കുന്ന മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ.